ഹായ് ഫ്രണ്ട്സ്, എക്സാം അടുക്കുമ്പോൾ പലർക്കും ഒരു ഭയമുണ്ടാകും. എങ്ങനെ തയ്യാറെടുക്കാം, എന്ത് പഠിക്കാം, സമയം പോരെന്നുള്ള വിഷമം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെ 10 ദിവസത്തിനുള്ളിൽ സ്മാർട്ടായി പഠിച്ച് നല്ല മാർക്ക് നേടാമെന്നതാണ്. ഒന്നും ഭയപ്പെടേണ്ട, നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാം സാധിക്കും. ആദ്യമായി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. നിന്റെ സിലബസ് 5 പ്രധാന വിഷയങ്ങളാക്കി ഡിവൈഡ് ചെയ്യും. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ പഠിക്കുക. സ്കൂൾ കഴിഞ്ഞ് 1 മണിക്കൂർ റിവിഷൻ ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 30 മിനിറ്റ് ക്വിക്കലി നോട്ട്സ് വായിക്കുക. റൂൾസ് എങ്ങനെയാണ്? നീ 40 മിനിറ്റ്സ് പഠിച്ചുകൊണ്ട് 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. മൊബൈൽ ദൂരേക്ക് മാറ്റി വയ്ക്കുക. സ്റ്റഡി ഏരിയ എപ്പോഴും നീറ്റാക്കി വയ്ക്കുക. ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം, ഇന്ന് ചാപ്റ്റർ 3 പൂർത്തിയാക്കും എന്നൊക്കെ വെച്ച് നമ്മൾ ലക്ഷ്യങ്ങൾ വയ്ക്കുക. മൂല്യമായത് മൈൻഡ് റിഫ്രഷ് ചെയ്യലാണ്. ചോദ്യങ്ങൾ സെൽഫ് ടെസ്റ്റ് ചെയ്യൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണൂ. സമ്മറി നോട്ട്സ് തയ്യാറാക്കൂ. ഡിഫിക്കൽട്ടായ ടോപ്പിക്സ് വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കൂ. ഒരു ചെറിയ ഡയറി വാങ്ങിക്കുക. അതിൽ വീക്കായ ടോപ്പിക്സ് എഴുതിക്കോളൂ. ഓരോ 2 ദിവസത്തിനൊരിക്കൽ അത് റിവൈസ് ചെയ്യും. അതാണ് ടോപ്പർ മാർഗം. പരീക്ഷയ്ക്ക് മുന്നിൽ ശാന്തതയും ആത്മവിശ്വാസവും വേണം. ഓരോ രാവിലെയും പറഞ്ഞോളൂ, എന്നെക്കൊണ്ട് കഴിയും, ഞാൻ തയ്യാറാണ്, ഞാൻ വിജയിയാണ്. പഠനത്തിനിടയിൽ അലസത തോന്നിയാൽ 5 മിനിറ്റ് ധ്യാനം ചെയ്യൂ. ആഴമുള്ള ശ്വാസം എടുക്കൂ. മനസ്സ് പതുക്കെ റിലാക്സ് ആക്കൂ. അതിനെ പുതുക്കൂ. ഓർക്കൂ, മാർഗമല്ല പ്രധാനമായത്, നീ നടത്തിയ പരിശ്രമമാണ് വിലപ്പെട്ടത്. എക്സാമിന് മുൻപുള്ള രാത്രി ന്യൂ ടോപ്പിക്സ് പഠിക്കരുത്. നോട്ട്സ് ഒന്ന് മാത്രം വായിക്കുക. ആവശ്യമായ സ്റ്റേഷനറി റെഡിയാക്കുക. 8 മണിക്കൂർ സൗണ്ട് സ്ലീപ്പ് ഉറപ്പാക്കുക. എക്സാം ഹാളിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കൂ. ക്വസ്റ്റ്യൻ കാംലി വായിക്കൂ. ഈസി വൺസ് ആദ്യം എഴുതൂ. സമയം ശ്രദ്ധിക്കൂ. അവസാനം ചെക്ക് ചെയ്യാൻ 5 മിനിറ്റ് വിട്ടേക്കൂ. സുഹൃത്തെ, ഓർക്കൂ, നീ ഇതുവരെ ചെയ്ത പരിശ്രമം വിലപ്പെട്ടതാണ്. പരീക്ഷ എന്നത് നിന്നെ ഭയപ്പെടുത്തുന്നല്ല, നിന്നെ തെളിയിക്കാൻ തന്നെയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. നിൻ്റെ ഈ എക്സാം വിജയകരമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.